ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഗുരുവായൂരത്തെ 8ാം ദിവസത്തെ ഉത്സവമാണ് ഇന്ന്. അപ്പോൾ ഇന്നാണ് നമുക്ക് അവസാനമായിട്ട് പകർച്ചയായിട്ടുള്ള കിട്ടുന്ന കഞ്ഞിയും ചോറൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതും കൊണ്ടുവരുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ കുളിച്ച് വിളക്കൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ഭഗവാന്റെ അവിടെ വെക്കാനായിട്ട്. അപ്പോൾ സാധാരണ അത് ചേട്ടനാണ് വിളക്കൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ ഓട്ടമൊക്കെ ഉണ്ടെങ്കിലാണ് ഞാനും അല്ലെങ്കിൽ ശ്രീകുട്ടനൊക്കെയാണ് കേട്ടോ വിളക്ക് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചേട്ടൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കഞ്ഞി പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വൈകിട്ടാണ് പോയത്. അപ്പോൾ ആൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവും, എപ്പോഴാണ് വരിക അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിതാ വിളക്കൊക്കെ വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കഞ്ഞി കൊണ്ടുവരുന്ന ദിവസമൊക്കെ ആണെങ്കിൽ കഞ്ഞി തന്നെയാണ് എല്ലാവരും കുടിക്കാറുള്ളത്. കഞ്ഞി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റായിട്ട് പോവും. അതുകൊണ്ട് ആൾ വരുന്നത് നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരം വഴുകുകയാണെങ്കിൽ നമ്മൾക്ക് ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വിളക്കൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാണല്ലോ നമുക്ക് അവസാനമായിട്ട് കിട്ടുകയാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിയും ചോറും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇനി കിട്ടണമെച്ചെങ്കിൽ നമുക്ക് അടുത്ത വർഷം വരെ കാത്തിരിക്കണം. എത്രയോ പേര് ഈ ഒരു കഞ്ഞിയും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്നവരുണ്ടാവൂലേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇന്നും കൂടെ അല്ലേ ഉള്ള മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കഞ്ഞിയും ചോറ് എന്ത് വന്നാലും നമ്മൾ വാങ്ങിയേ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ പോയത്. അപ്പോൾ നമ്മളിതാ ഭഗവാനെ വിളക്കൊക്കെ വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ദോശ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തലേദിവസം നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി ഇരുന്നിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഒരു ചട്നിയും കൂടി ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ ഒരു ദോശമാവിൻ്റെ. കാരണം ഇതൊരു റാഗി പുല്ലൊക്കെ ഉണ്ടല്ലോ, അത് അരച്ചെടുത്തിട്ടുള്ള ദോശയാണ്. അതാണ് അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ദോശയൊന്നും ഉണ്ടാക്കണില്ല, ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഇനി വിശപ്പ് അധികം സഹിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സമയത്താണ് ചേട്ടൻ വന്നത് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 9-9:30 ആയപ്പോഴാണ് ആളെത്തിയത്. അപ്പോഴേക്ക് തന്നെയാണ് പിന്നെ പിള്ളേരും ചായ കുടിക്കുന്ന സമയമൊക്കെ ആവണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വന്ന പാടെ കുട്ടികൾ അതിൽ നിന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് കഴിക്കാൻ കേട്ടോ. അവർക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശ്രീകുട്ടനും ലച്ചൊക്കെ രാവിലെ കഞ്ഞി തന്നെയാണ് കുടിച്ചത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അപ്പോഴേക്കും നേരം വൈകിട്ടുണ്ടായിരുന്നു, അവർക്ക് മരുന്നൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അവർ ദോശയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 12 മണിയോട് കൂടിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ കഞ്ഞിക്കൊന്നും വലിയ കുഴപ്പമൊന്നും വരില്ല. കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ പുളിക്കൂട്ടോ, കാരണം രാവിലെ വെക്കണതല്ലേ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇതാ ദോശയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടനും പിള്ളേരും ഒക്കെ കുറച്ച് ശേഷം കഞ്ഞി കുടിച്ചിട്ട് പോയിട്ടാ, ചായ കുടിച്ചില്ല അവർ. അപ്പം ഞാനേതായാലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയാണ് കേട്ടോ കഴിച്ചത്. അപ്പോഴേക്കും ചേട്ടൻ ഈത്തപ്പഴം കൊടുത്തതാണ് കേട്ടോ നമ്മൾ ഭഗവാന്റെ അവിടെ നേദിക്കാൻ വെച്ചത്. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനൊരു ഉച്ചയാവണോട് കൂടിയിട്ട് കഞ്ഞിയും പുഴുക്കൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വേറെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഇന്ന് ചോറ് പഠിക്കാൻ പോകുമല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ ഒരു 3 മണിയോട് കൂടിയിട്ട് തന്നെ ചോറൊക്കെ പഠിക്കാനായിട്ട്
പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, നല്ല തിരക്കായിരുന്നു. ഇന്ന് അവസാന ദിവസം കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവസാന ദിവസം എന്ന് പറയുന്നത് ചില കാർഡുകാർക്ക് 8 ദിവസം വരെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പകർച്ചയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പല പല തരത്തിലുള്ള കാർഡുകളുണ്ട് കേട്ടോ. ചിലവർക്ക് 10 ദിവസം വരെ കിട്ടും. അത് ഇനി ഉത്സവത്തിൻ്റെ 2 ദിവസം ഉണ്ടല്ലോ, നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ആവും, അവർക്ക് ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇന്ന് തന്നെ എന്താ പറയുക, കൂട്ടുകറിയും അച്ചാറും ഇഞ്ചിപ്പുളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. പായസം ഉണ്ടെന്ന് പറഞ്ഞു, പാൽപ്പായസം. പക്ഷെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇത്ര ഇന്ന്. അപ്പോൾ അതൊന്നും വാങ്ങാനായിട്ട് ചേട്ടൻ നിന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കൂപ്പണിൻ്റെ കൂടെ തന്നെ വേറൊരു സ്ലിപ്പും കിട്ടും കേട്ടോ. അത് കൊണ്ട് കൊടുത്താലാണ് നമുക്ക് അച്ചാറും കൂട്ടുകറിയും ഇഞ്ചിപ്പുളിയൊക്കെ കിട്ടുക. ആ ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുട്ടി ഒരു കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഈ ഒരു കാർഡ് കിട്ടുക, അടുത്തുള്ളവർക്ക് മാത്രമാണോ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ രീതിയൊന്നും എനിക്കറിയില്ല. നമുക്കെല്ലാ കൊല്ലം കിട്ടാറുണ്ട് കേട്ടോ, നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഗുരുവായൂർ അമ്പലത്തിൽ ജോലിയുള്ളവർക്കും അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കിട്ടണതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വയ്ക്കുമല്ലോ പരിചയക്കാരോട്. അപ്പോൾ അങ്ങനെ അവർ തരുന്നതാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണക്കാരൻ്റെ കാർഡാണ് കേട്ടോ. അതായത് 8 ദിവസം മാത്രമേ അതിലുണ്ടാവുള്ളൂ. പിന്നെ റിട്ടയർഡ് ആയവർക്കും ആനപ്പാപ്പന്മാർക്കും ദേവസ്വം ജോലിക്കാർക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പലതരത്തിലുള്ള കാർഡുകളാണ്. പല സ്ഥലത്താണ് അവർക്കൊക്കെ കൊടുക്കുക. 2-3 സെക്ഷനൊക്കെ ഉണ്ട് ചോറ് കൊടുക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ ദിവസം മാത്രമാണ് ഈ ഒരു പകർച്ച ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് എന്തായാലും മിസ്സാക്കാണ്ട് വാങ്ങി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നല്ല പോലെ ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രസകാളനല്ല, മാമ്പഴ പുളിശ്ശേരിയാണ്. മത്തങ്ങ ഓലനൊക്കെ കിട്ടിയിട്ടുണ്ട്, പപ്പടം ഇതും മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷത്തിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.